ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ വരുംകാല നായകനാണിവൻ. ഗജവീരൻ ഗുരുവായൂർ കീർത്തി. ചന്തമുള്ള ഇവനെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ബീഹാറിയാണെന്ന് തോന്നുമെങ്കിലും ഇവൻ ആസാം മഴക്കാടുകളുടെ സന്തതിയാണ്. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിൽ ഒട്ടേറെ ആനകൾ വന്നിറങ്ങിയ കൊല്ലം പരവൂര് ആണ് ഇവനും വന്നിറങ്ങിയത്. അവിടെ നിന്ന് അവൻ കേരളത്തിൻ്റെ തെക്കേ അതിര് കാക്കുന്ന ദേവതയുടെ തട്ടകമായ കന്യാകുമാരിയിലേക്കും അവിടെ നിന്ന് കേരളത്തിൻ്റെ പടിഞ്ഞാറെ അതിര് കാക്കുന്ന കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ നാട്ടിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നെയും പല കൈകൾ മറിഞ്ഞ് ചിറക്കൽ നീലകണ്ഠൻ എന്ന നാമത്തിലുള്ളപ്പോഴാണ് വടക്കൻ പറവൂർ സ്വദേശി ഇവനെ കൊല്ലവർഷം 1178 തുലാമാസം 11-ാം തീയതി, അതായത് 2002 ഒക്ടോബർ 28-ാം തീയതി സപ്തമിയും പുണർദം നക്ഷത്രവും ചേർന്ന ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂരപ്പൻ്റെ നടക്കിരുത്തിയത്. ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ കാട്ടിക്കൂട്ടിയ വികൃതികൾ കാരണം 2007 മുതൽ ഇവനെ പുന്നത്തൂർ കോട്ടയിലെ സന്ദർശകർക്ക് അനുമതിയില്ലാത്ത ഒഴിഞ്ഞ കോണിൽ ആണ് തളച്ചിരുന്നത്. പലപ്പോഴായി കോട്ടയിൽ തന്നെ തീറ്റയെടുക്കാൻ വരുമ്പോഴാണ് ഇവൻ്റെ ചിത്രങ്ങൾ പകർത്താൻ സാധിച്ചിരുന്നത്. ആനയുടെ സ്വഭാവം അറിഞ്ഞ് അതിനെ പരിപാലിക്കുന്ന ഒരു ചട്ടക്കാരൻ കൂടെ ഉള്ളപ്പോൾ കീർത്തിയുടെ കീർത്തി ഇപ്പോൾ വർദ്ധിച്ചു. നല്ലൊരു ചട്ടക്കാരൻ്റെ കീഴിൽ മികച്ച പരിചരണവും ശിക്ഷണവും കിട്ടിയ കീർത്തി വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തി ഭഗവാനെ വണങ്ങി. ഗുരുവായൂരപ്പൻ്റെ പൊന്നിൻ തിടമ്പേന്തി ഭംഗിയായി ശിവേലിയും പൂർത്തിയാക്കിയ ശേഷം പ്രൗഢിയിൽ പടിഞ്ഞാറേ ഗോപുരവാതിൽ കടന്നു വരുന്ന ആ വരവൊന്ന് കാണൂ. കണ്ടാൽ നല്ല ഉയരം തോന്നുന്ന ഇവന് ചന്ദന നിറമുള്ള മദഗിരി നിറഞ്ഞ പെരുമുഖവും നല്ല നീളമുള്ള കൊമ്പുകളും നല്ല ചെവികളും അവനെ അഴകുള്ള കൊമ്പനാക്കുന്നു. നല്ല നീളമുള്ള പീലിവാല് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവൻ്റെ കുട്ടിത്തവും കുറുമ്പത്തരവും ഒക്കെ മാറി പക്വത കൈവന്നാൽ വരുംകാലങ്ങളിൽ കീർത്തി എന്ന കരിവീരൻ ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്തിൻ്റെ കീർത്തി ഇനിയും വർദ്ധിപ്പിക്കും. ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഗജവീരനും അവനെ പരിപാലിക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം.